വിചാരിച്ചപ്പോ ഈ മാസം ഫെബ്രുവരിയിൽ നമുക്ക് രണ്ടാമത്തെ പടിയിലേക്ക് പോവാം. അപ്പോ രണ്ടാമത്തെ പടി ഞങ്ങളെ സുബോധവാന്മാരാക്കുക, ഞങ്ങളെക്കാൾ ഒരു ശക്തിക്ക് മാത്രമേ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. അതാണല്ലോ നമ്മുടെ രണ്ടാമത്തെ പടി. അപ്പൊ ഒന്നാമത്തെ പടിയിൽ നമ്മൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഏറ്റവും കൂടുതൽ പേജുകൾ ബിഗ് ബുക്കിൽ എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ പടിക്കാണ്. മലയാളത്തിൽ 50, ഡോക്ടറുടെ അഭിപ്രായങ്ങളും കൂടിയിട്ട് 50 പേജുണ്ട്. 50 പേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഗ്രാമിന്റെ 12 പടികളുടെ കുറിച്ചുള്ള വിശദീകരണം ബിഗ് ബുക്കിൽ 103 പേജാണ്. ആ 103 പേജില് 50 പേജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഡോക്ടർ അഭിപ്രായം ഒരു ലേഖനമാണെങ്കിൽ അതിനകത്ത് ഒന്നാമത്തെ പടിയെ സംബന്ധിച്ചുള്ള മദ്യപാനിയെ കുറിച്ചുള്ള ഒരു വിവരണം അദ്ദേഹം നമുക്ക് വരുന്നു ആദ്യമായിട്ട്. പിന്നെ ബില്ലിന്റെ കഥ, ഒരു പരിഹാരമുണ്ട്, മദ്യാസക്തിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ. ഇത്രയുമാണ് ഒന്നാമത്തെ പടിക്ക് മാത്രം. അത് 50 പേജുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കണം. ആ ഇമ്പോർട്ടൻസും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. അതാണ് നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു പെശക്. അതെവിടെയോ അത് കുറെ വർഷങ്ങളായിട്ടത് നടന്നു പോകുന്നുണ്ട്. എവിടെയോ തെറ്റായിട്ടുള്ളൊരു വഴിയിൽ കൂടി നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്ക് നമ്മുടെ ഏരിയയിലേക്ക് വരുന്ന ആളുകളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഞാൻ ഇന്നലെ എനിക്ക് 29 വർഷം ഞാൻ പൂർത്തിയാക്കിയ 29 വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് പറയാം. അതൊക്കെ ഈ പഴമക്കാരുടെ ഒരു, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു കുറവായിട്ടൊക്കെ ഞാൻ കാണുന്നത്. ഒരു പരിധി വരെ, മുഴുവനായിട്ടൊന്നും ആവണമെന്നില്ല, എങ്കിൽ പോലും ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ എയുടെ റിക്കവറി റേറ്റ് മുമ്പ്. ഇന്ന് അത് വളരെ പുറകോട്ടാണ്. ഏതായാലും ആ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മളുടെ ഗ്രൂപ്പിലുള്ളവരോട് നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അതാണ് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനൊരു വശമുണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഇന്നത്തെ രീതിക്ക്. അപ്പൊ 50 പേജിന്റെ നമ്മള് ഈ 5 ആഴ്ചകളിൽ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഒന്നാമത്തെ പടിയിലും, പിന്നെ 12 പടികളും 12 പാരമ്പര്യങ്ങളുടെ 12 പടികളിലുള്ള ഒന്നാമത്തെ പടികളിൽ നിന്ന് എടുത്തിട്ടുള്ള ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതും, പിന്നെ എന്റെ അനുഭവങ്ങളും എന്റെ സ്പോൺസേഴ്സ് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ. ഇനിയിപ്പോ നമുക്ക് ഇന്ന് മുതൽ രണ്ടാമത്തെ പടിയിലേക്ക് പോകാം. രണ്ടാമത്തെ പടിയിൽ എനിക്ക് തോന്നുന്നു 5, 12, 4 വ്യാഴാഴ്ച ഉണ്ടാവും. 4 വ്യാഴാഴ്ചയിൽ ചിലപ്പോ ഒരു വ്യാഴാഴ്ച ഉണ്ടാവത്തില്ലായിരിക്കണം. ഒരാഴ്ച കുറച്ച് ദിവസത്തേക്ക് ഞാൻ വാരണാസിയിലായിരിക്കും. അപ്പൊ എനിക്ക് നോക്കാൻ സമയം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്നുകൊണ്ട് വാരണാസിയിൽ നിന്ന് മീറ്റിംഗ് കൂടാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ചയിലാണ് ഞാൻ. അടുത്ത ആഴ്ച വാരണാസിയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് 5-ാം തീയതി അല്ലേ, 12-ാം തീയതി. ചിലപ്പോൾ ഇത്തിരി തിരക്കിലുണ്ടാവും വഴികെട്ട് വൈകുന്നേരങ്ങളിൽ. ഏതായാലും അത് പിന്നീട് അറിയിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഒന്നിച്ചേണ്ടതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ രണ്ടാമത്തെ പടിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഫെബ്രുവരിയിലും നമ്മുടെ പ്രതിദിന മരണങ്ങളിൽ കൂടുതലും അവർ വിശദീകരിക്കുന്ന രണ്ടാമത്തെ പടിയെ കുറിച്ചാണ്. കുറച്ച് ഭാഗങ്ങളിൽ രണ്ടാമത്തെ പാരമ്പര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ആ രണ്ടാമത്തെ പടിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്നാമത്തെ പടിക്ക് ശേഷം, ഒന്നാമത്തെ പടി നമുക്ക് ബോധ്യമായാൽ മാത്രമാണ് നമുക്ക് രണ്ടാമത്തെ പടി മനസ്സിലാവുള്ളൂ. രണ്ടാമത്തെ പടിയെ ശരിക്കും തന്നെ മനസ്സിലാക്കിയാലാണ് നമുക്ക് മൂന്നാമത്തെ പടിയിലേക്ക് പോകാം. ഈ 1, 2, 3 പടികൾ കൃത്യമായ രീതിയിൽ നമുക്ക് നമ്മളുടെ കഴിവിനനുസരിച്ച്, കഴിവിന് എന്താണ്, സത്യസന്ധതയ്ക്ക് അനുസരിച്ച് മനസ്സിലായി. നമ്മൾ സത്യസന്ധതയോടുകൂടി പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും വെയിറ്റ് ചെയ്യത്തില്ല 4-ാമത്തെ പടിക്ക്. അപ്പൊ സത്യസന്ധതയുടെ കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എവിടെയോ ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, എവിടെയോ ഒരു ഒരു ശരിയായിട്ടുള്ള ദിശയിലേക്ക് പലപ്പോഴും അംഗങ്ങൾ പോകുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. അതിന് എന്റെ അനുഭവത്തിൽ പറയുന്ന കേട്ടോ, അത് എല്ലാവരും അംഗീകരിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പൊ നമ്മളുടെ ഈ ഒന്നാമത്തെ പടിയുടെ അവസാന ഈ മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് നമുക്ക് തരുന്നൊരു, ഇത്രയും തകർന്നടിഞ്ഞ ഒരു സമൂഹം, യാതൊരു വിധത്തിലും ഒരു രക്ഷയും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ മുമ്പിൽ എന്ന് പറയുന്ന എല്ലാ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തോന്നിയത് നമ്മളൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് വഴിത്തിരിവിൽ നിൽക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ടോപ്പിക്. ആ വഴിത്തിരിവിൽ നിന്നാണ് ആ ഒരു ജംഗ്ഷൻ പോയിന്റിൽ എത്തി നമ്മൾ അവസാനം ഇടിച്ചു നിൽക്കുകയാണ്. 4 വശവും നോക്കുമ്പോൾ എല്ലായിടത്തും ക്ലോസ്ഡ്, റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞ ചിലത് നമ്മുടെ നാട്ടിലൊക്കെ പണി നടക്കുമ്പോൾ എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലും
എന്റെ സ്വന്തം അനുഭവത്തിലും എന്റെ മുമ്പിൽ എല്ലായിടത്തും ഞാൻ നോക്കിയപ്പോ എന്താണ്, ക്ലോസ്ഡ്, ദർ ഇസ് നോ വേ ഔട്ട്. പുറത്തേക്ക് പോകാനായിട്ട് ഒരു വഴിയും കാണുന്നില്ല. ആ മദ്യത്തിന്റെ ആ എന്താ പറയുന്ന ആ വലയം 4 ചുറ്റും ബെൽവിൽസൺ ഉപയോഗിച്ചിരിക്കുന്ന ചെളിമണ്ണൽ എന്റെ 4 ചുറ്റും വന്നടിഞ്ഞിരിക്കുന്നു. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആൽക്കഹോൾ ബിക്കെയിം മൈ മാസ്റ്റർ. മദ്യമായിരുന്നു എന്റെ, മലയാളത്തിൽ അതിന് ആ വാക്ക് ആൽക്കഹോൾ ബിക്കെയിം മാസ്റ്റർ. മദ്യമായിരുന്നു എന്റെ സ്നേഹിതൻ എന്താണെന്ന്. മലയാളത്തിൽ അത് തെറ്റായിട്ട് എഴുതുന്നു. മദ്യമായിരുന്നു എന്റെ ശത്രു എന്ന് തന്നെ എഴുതി വെച്ചത്. അതിന്റെ തെറ്റാണ്. സോ മദ്യത്തിന് ഞാൻ അടിമയായി കഴിഞ്ഞിരുന്നു. എന്റെ മുമ്പിൽ യാതൊരു മാർഗമില്ലാത്തൊരവസ്ഥ. അപ്പൊ അതിന് ശേഷം അതൊരു സുഹൃത്ത് പറഞ്ഞില്ലേ, അദ്ദേഹം 3 മാസത്തെ മീറ്റിങ്ങിന് ശേഷം ഇപ്പൊ കുറച്ച് വർഷമായ ചരിത്രം പറയുന്നില്ല, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ 3 മാസത്തില് ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു ദിവസം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ. എല്ലാവരും 3 മാസം റിക്കവറിയിൽ ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് പലരും ഉണ്ടാവും ഇതിനകത്ത്. ചിലർ 1 മാസമൊക്കെ ആയിരുന്നു, ചിലർ ഒരാഴ്ചയായിട്ടുണ്ടാവും. പക്ഷെ ദ ഫസ്റ്റ് ഡേ എന്നിൽ നിന്ന് ആ ക്രേവിങ് അല്ലെങ്കിൽ ആസക്തി എടുക്കപ്പെട്ട ഒരു ദിവസമുണ്ട്. ആ ദിവസമാണ് നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഇത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ. എന്തോ യാതൊരു മാർഗവും കാണുന്നില്ലായിരുന്നില്ല. പക്ഷെ 3 മാസം ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷവും എന്നിൽ സത്യസന്ധത ഉണ്ടായിരുന്നില്ല. ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ മദ്യത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയെ കണ്ടത്. ഒരു ഭയം, നമ്മുടെ ഡോക്ടർ ബോബിന്റെ കഥ കൊടുത്തിട്ടുണ്ടല്ലോ, ഡോക്ടർ ബോബിന്റെ ദുസ്വപ്നം എന്ന് പറഞ്ഞിട്ട്, ദ നൈറ്റ്മെയർ ഓഫ് ഡോക്ടർ ബോബ് എന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റോറി ഇവിടെ ഈ ഗ്രൂപ്പിലാണോ അത് മിഡ് നൈറ്റ് സ്റ്റാറിലാണോ നമ്മുടെ അടുത്ത് ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും അതിനകത്ത് അദ്ദേഹം മദ്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് സമ്പത്ത് ഉണ്ടായിരുന്നു, ഒന്നും പോയിട്ടുണ്ടാവില്ല. ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന ഭാര്യയും കൂടുതലുണ്ടായിരുന്നു. യാതൊരു പ്രശ്നമില്ല. അദ്ദേഹത്തിന് മദ്യം നിർത്താനുള്ള ഭയം 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഞാൻ എങ്ങനെ ഉറങ്ങും, മദ്യമില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല എന്നുള്ളൊരു ഭയം. 2, അദ്ദേഹത്തിന് മദ്യം ഇതിന്റെ ലഭ്യത നിന്നുപോയി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഭയം. ഈ 2 ഭയം അദ്ദേഹത്തിനുണ്ട്. വേറെ ഒരു ഭയം അദ്ദേഹത്തിന് ഉണ്ടാകില്ല. സോ പല ആളുകളുടെയും ജീവിതത്തിലെ സാഹചര്യങ്ങളും ബില്ലി വിൽസന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം തകർന്നടിഞ്ഞു പോയ ആളാണ്, തരിപ്പണമായ ഒരാളായിരുന്നു. സോ പലരുടെയും ജീവിതത്തിൽ ഈ ബുക്കിൽ, ഇപ്പൊ മലയാളം ബിഗ് ബുക്കില് അവസാന ഭാഗത്ത് 6-7 പേരുടെ സ്റ്റോറിയുള്ളൂ. നമ്മുടെ ഇംഗ്ലീഷ് ബുക്കില് പല എഡീഷനിലായിട്ട് 42ഓളം ആളുകൾ. ഇപ്പോഴത്തെ 4th എഡീഷനിൽ എനിക്ക് 42 സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഈ 42 സ്റ്റോറീസിലുള്ള ആളുകളുടെയും കഥകള്, അവരുടെ സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. പലരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. സോ അതുകൊണ്ടൊരു ഇതില്ല. പക്ഷെ അതിനകത്തെല്ലാം നമ്മളിത് സ്റ്റോറിയൊക്കെ സ്റ്റഡി ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ആയിട്ട് നമുക്ക് സിമിലാരിറ്റീസ് തോന്നും. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വിജയിച്ചു പോകുന്നതെന്നും. പല എഡീഷനിലും കുറച്ച് സ്റ്റോറീസ് മാറ്റിയിട്ട് വേറെ പുതിയ സ്റ്റോറീസ് ചേർത്തിട്ടുണ്ട്, അങ്ങനെയാണല്ലോ. പക്ഷെ എത്ര ഒന്നാമത്തെ എഡീഷൻ മുതലുള്ള സ്റ്റോറീസ് നമ്മൾ നോക്കിയാലും എല്ലാത്തിലും നമുക്ക് സിമിലാരിറ്റീസ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ 1ാമത്തെ പടിയുടെ കുറിച്ച് നമുക്കൊരു കൃത്യമായ ബോധ്യം ഈ സ്റ്റോറീസ് എഴുതിയ എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇന്നും നമുക്കും ഉണ്ട്. 1939 ഇവർ എഴുതിയതെല്ലാം ആദ്യമായിട്ട് എഴുതുന്ന ബുക്ക് രൂപത്തില്. അതിനെ നമ്മൾ വളരെ ഒരു മതത്തിലുള്ള ഒരു ഗ്രന്ഥത്തിനോട് നമ്മൾ കാണിക്കുന്ന നമ്മൾ ഇതും ഒരു ആൽക്കഹോളിക്സ് അനോണിമസിനെ ഒരു മതമായിട്ട് തന്നെ കാണണം. ശരിയല്ലേ? ഒരേ പ്രശ്നങ്ങളുള്ള ആളുകളുടെ ഒരു സമൂഹമാണ് നമുക്കൊരു എല്ലാവർക്കും ഒരു പ്രശ്നം. അതിന്റെ സൊല്യൂഷനും ഒന്നാണ്, അല്ലാതെ ഡിഫറെന്റ് സൊല്യൂഷൻ അല്ല. ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമായിരിക്കും, അടി തെറ്റിയ അനുഭവങ്ങൾ വ്യത്യാസമായിരിക്കാം. പക്ഷെ ഇതിനകത്തുള്ള ഏക കാര്യം അടി പറ്റി എന്നുള്ളതാണ്. സൊല്യൂഷൻ എന്നുള്ളത് ഈ നമ്മളോട് ഒരു സജസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് 1ാമത്തെ പടിയുടെ അവസാനിക്കുന്ന ഈ മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ആ ഭാഗത്ത് വരുന്ന 42ാമത്തെ പേജിൽ പറയുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു. എന്താ പറയാ, ഞാൻ ആദ്യം കണ്ടെത്തുന്നു, ഞാനൊരു മദ്യവാസക്തനാണ്, എന്റെ ജീവിതം അനിയന്ത്രിതമാണ്. ഇതാണല്ലോ ഈ 42 പേജുമായി 8 പേജ് ഡോക്ടറുടെ അഭിപ്രായങ്ങളായിട്ട് 50 പേജിൽ കൂടി വരുന്ന നമുക്കുള്ള കണ്ടെത്തൽ അതായിരുന്നു. ആ പ്രധാനപ്പെട്ട കണ്ടെത്തല് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടെത്തലായിരുന്നു. എന്താണ്? ഈ ആത്മീയ തത്വങ്ങൾ,
ഈ ആത്മീയ തത്വങ്ങൾ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. യു സി, തുടക്കത്തില് ഒരു ഇതിന് നമ്മൾ സാധാരണ വാഗ്ദാനങ്ങൾ വായിച്ചു പോകുന്നില്ല എല്ലാ ദിവസവും, എല്ലാ മീറ്റിങ്ങുകളിലും വായിക്കുന്ന വാഗ്ദാനങ്ങൾ. അത് ഏറെ 9ാമത്തെ പടി കഴിയുമ്പോഴാണ് ആ വാഗ്ദാനത്തിന്റെ പേജ് വരുന്നത് അല്ലെ. 82ാമത്തെ പേജില്, മലയാളത്തിലാണെങ്കിൽ 82, ഇംഗ്ലീഷിലാണെങ്കിൽ 84ാമത്തെ പേജില്. പക്ഷെ തുടക്കത്തില് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ, ഈ ബുക്കില് നിങ്ങൾ ബുക്കുള്ളവരെടുത്ത് നോക്കി മാർക്ക് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇത് നമ്മുടെ ഉള്ളിൽ തറയണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു ആത്മീയ തത്വങ്ങൾ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും. അത് മദ്യം മാത്രമല്ല, സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ആരോഗ്യ പ്രശ്നം മാത്രമല്ല, കുടുംബ പ്രശ്നം മാത്രമല്ല, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, വാട്ട് എവർ എനി പ്രോബ്ലം ഓഫ് ആൻ ആൽക്കഹോളിക്, ഒരു മദ്യപാനാസക്തന്റെ ജീവിതത്തിൽ വരാവുന്ന എന്തു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്ന ഒരു എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് ഇന്നും ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്നും അതിനകത്ത് ഒരു മാറ്റമില്ല. എന്തെങ്കിലും അതിനകത്ത് പാകപ്പിഴകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്നുള്ളൂ. ഈ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും, അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ കണ്ടെടുത്തിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഈ ആത്മീയ തത്വങ്ങളെ ഞാൻ ഫോളോ ചെയ്തിരിക്കണം. അതിനനുസരിച്ച് ഞാൻ ജീവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുണ്ടോ, ഈ ആത്മീയ തത്വങ്ങൾ പാലിക്കപ്പെട്ടാലും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്ത് പ്രശ്നത്തെ നേരിടാനുള്ള ശക്തി നമുക്ക് കിട്ടും. ആ ശക്തിയെ തിരിച്ചറിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയമില്ല, പുതിയൊരു സ്വാതന്ത്ര്യവും അല്ലെ. അതല്ല നമ്മൾ അനുഭവിക്കുന്നത്, സമാധാനം നമ്മൾ അനുഭവിക്കാൻ പോകുന്നു. നമ്മുടെ വാഗ്ദാനങ്ങളിൽ പറയുന്നത് അത് ഇപ്പോഴേ നമ്മളോട് ഒരു വാഗ്ദാനം ഇത് ചെയ്ത് കഴിഞ്ഞ് പടികൾ 9ാമത്തെ പടി കഴിയുമ്പോഴാണ് പറയുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ അവിടെ ഒരു അതിനെ ഉറപ്പിച്ചു പറയാണ്, യെസ്, ദിസ് ഈസ് ദ പ്രോമിസ്. They will always materialize if we work for them. If we work for them. വാഗ്ദാനങ്ങൾ വായിച്ചിട്ട് അവസാനം പറയുന്നത് എന്താണ്? ഇതൊക്കെ സഫലമാവും എപ്പോഴാണ്? നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചാൽ. പ്രയത്നിക്കാതെ പറ്റത്തില്ല. അപ്പൊ ആ ഒരു വാഗ്ദാനം തുടക്കത്തിൽ തന്നെ 1ാമത്തെ പടി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ചാപ്റ്റർ അവസാനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും വായിച്ചാണ്. എന്നാലും അത് എപ്പോഴും നമ്മൾ ഓർക്കണം. ആദ്യത്തെ കുടിയുടെ കാര്യത്തിൽ അമിത മദ്യപാന രോഗിക്ക് ചില സമയങ്ങളിൽ ചെറുത്തു നിൽപ്പിന് യാതൊരു മാനസികമായ ഉപാധിയുമില്ല. വളരെ വിരളമായ അപവാദങ്ങൾ ഒഴിവാക്കിയാൽ അയാൾക്കോ മറ്റാർക്കെങ്കിലോ എന്തെങ്കിലും ഉപാധികൾ നൽകുവാനും സാധ്യമല്ല. അയാൾക്ക് ചെറുത്തു നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്താണ് ഒരു ദൈവത്തെ കുറിച്ചുള്ളൊരു കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അതിനു മുമ്പൊക്കെ ഉന്നതനായ ശക്തി ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ദൈവത്തിന്റെ. ഇവിടെ ക്ലിയർലി അവർ പറയാണ് നമുക്ക് അയാൾക്ക് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കെല്ലാവർക്കും നമുക്ക് ഇതിനെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്നും തന്നെ വരണം. ഈ ചെറുത്ത് നിൽപ്പും പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് കുറെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ, ഞാൻ അന്ന് ലാസ്റ്റ് മീറ്റിങ്ങിലും പറഞ്ഞാണ്, നമുക്ക് ഈ 1ാമത്തെ പടി ശരിക്കും ബോധ്യപ്പെട്ടാലാണ് മുമ്പോട്ടുള്ള പടികൾ ശരിയായിട്ട് രീതിയിൽ നമുക്ക് ഉൾക്കൊണ്ട് അതിനെ അറിഞ്ഞ് നമ്മുടെ മനസ്സിൽ തൊട്ട് പടികൾ പ്രാക്ടീസ് ചെയ്തു പോകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഈ കാര്യം ഓർത്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. 2ാമത്തെ പടിയിലാണ്. ഈ 2ാമത്തെ പടിയെ ഭാഗങ്ങൾ മുഴുവനായിട്ട് ഒറ്റ ചാപ്റ്ററിൽ 2ാമത്തെ പടിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പൊ 1ാമത്തെ പടിക്ക് 50 പേജ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 2ാമത്തെ പടിക്ക് 14 പേജ്, മലയാളത്തിൽ 14 പേജസ്. അതിനകത്ത് ആദ്യമേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ബുക്കുള്ള കയ്യിലുള്ളവരെ തിരുത്തി തന്നെ മനസ്സിലാക്കി പോകണം. നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നല്ല അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ, അജ്ഞേയവാദികളായ ഞങ്ങൾ എന്നാണ്. അതിന് എനിക്കറിയത്തില്ല അത് എവിടെ നിന്ന് തെറ്റ് ചെയ്തു. ആ തെറ്റ് പല എഡീഷൻ, ഇപ്പൊ 3ാം 4ാമത്തെ എഡീഷൻ മലയാളത്തിലായിട്ടും ഇതുവരെയും അതിനെ തിരുത്താനായിട്ടുള്ളൊരു ഉണ്ടായിട്ടില്ല. ഇതിനൊന്നും അതിനുമാത്രം പൈസ ചെലവുള്ള ഒരു കാര്യമല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ടെക്നോളജി, പ്രിന്റിംഗ് ടെക്നോളജി വളരെ ഈസിയാണ്. പഴയ കാലത്തെ വരെയല്ല. ഇപ്പൊ അതെന്തുകൊണ്ടോ അത് തെറ്റ് മനസ്സിലാക്കിയപ്പോ നമ്മൾ ആരും നിരീശ്വരവാദികളല്ല. ഈ ഫാദേഴ്സ് ആയിട്ടുള്ള 100 പേരാണല്ലോ ഇതുകൊണ്ട്. ആ 100 പേരെല്ലാവരും അജ്ഞാവാദികളാണ്. 1 2 പേര് നിരീശ്വരവാദികളായിരുന്നു. അല്ലാത്തവരെല്ലാം അജ്ഞേയവാദികളായിരുന്നു. അജ്ഞേയവാദികളും നിരീശ്വരവാദികളും വ്യത്യാസമുണ്ട്.
ഈ അജ്ഞേയവാദികൾ ദൈവ നിഷേധികളാണ്. നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അജ്ഞേയവാദികൾക്ക് ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്കതിനെതിരൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, ദെർ ഇസ് എ ഗോഡ്. ബിൽ വിൽസൺ അങ്ങനെയുള്ള ആളായിരുന്നു, വിശ്വാസിയായിരുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരുന്നത്. ബിൽ വിൽസൺ പോയെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളില് ആ ക്രിസ്ത്യൻ ടച്ചിനോട് പുള്ളിക്ക്, യേശു ക്രിസ്തുവിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നിഷ്ഠകളോട് പുള്ളിക്ക് താല്പര്യമുണ്ടെന്നല്ല, അതിനകത്ത് പുള്ളിക്ക് പറ്റുന്നതിനെ പുള്ളി സ്വീകരിച്ചു, അല്ലാത്തതിനെ പുള്ളി നിഷേധിച്ചു. അങ്ങനെയുള്ള ഒരു സമൂഹമാണ്. നമ്മളിപ്പോ ക്രിസ്ത്യാനികളാണെങ്കിലും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹിന്ദുയിസത്തിലുള്ള ആളുകളാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതിനൊക്കെ പോലും സ്വയം നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മൾ എത്രമാത്രം ആ മതത്തിനെ ഉള്ളറിഞ്ഞ് നമ്മൾ ജീവിക്കുന്നുണ്ടോ. ഇസ്ലാമിലുള്ളവർക്ക് ഇത് തന്നെ. അപ്പൊ എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മൾ അജ്ഞേയവാദികളാണ്, അത് ഒന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതായിരിക്കും. അപ്പൊ അമിത മദ്യപാനാസക്തിയെ പറ്റി കഴിഞ്ഞ അധികങ്ങൾ കുറെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അമിത മദ്യപാനാസക്തിയെ കുറിച്ച് നമ്മൾ ഈ കഴിഞ്ഞ 50 പേജിൽ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കണം ശരിക്കും. അപ്പൊ അതിനകത്ത് അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോഴാണ് ഒന്നാമത്തെ പടിയെ മനസ്സിലാക്കി കഴിഞ്ഞു. അമിത മദ്യപാനാസക്തി എന്നുള്ള നമ്മുടെ പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് പിന്നീട് ഉള്ള ഭാഗത്ത് പറയുന്നത്, മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അതാണ് ഈ ഒന്നാമത്തെ പടി. സത്യസന്ധമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, സത്യസന്ധമായിട്ട് ഈശ്വരനോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, പടച്ചവനോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കുടിക്കത്തില്ല. ഇന്ന് വരെ ഒരു സ്ഥലത്തും ഒരു AA മെമ്പറും പറഞ്ഞു കേട്ടിട്ടില്ല. AI വന്നതിന് ശേഷമൊക്കെ റിലാപ്സ് ആവുന്ന ഒക്കെ ഉണ്ടല്ലോ, റിലാപ്സ് ആയിട്ട് വീണ്ടും സ്ലിപ്പായി അല്ലെങ്കിൽ റിലാപ്സ് ആയെന്നൊക്കെ പറയുന്നില്ല. ഒരാൾ പോലും പറഞ്ഞു കേട്ടിട്ടില്ല, ഞാൻ കുടിക്കുന്നതിന് ഏറ്റവും പരമാവധി ശ്രമിച്ച് ഞാനൊരു പൈന്റ് മേടിച്ച് വെച്ചിട്ട് ദൈവത്തിന്റെ മുമ്പിലോ ഈശ്വരന്റെ മുമ്പിലോ പടച്ചവനെ കുറിച്ച് ഓർത്ത് അത് നിസ്കരിച്ചിട്ട് ഞാൻ കുടിച്ചെന്ന് പറഞ്ഞ് ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല, അങ്ങനെ ചരിത്രമില്ല. അപ്പൊ സത്യസന്ധത എവിടുന്ന് നമ്മുടെ നഷ്ടപ്പെടുന്നു, അപ്പൊ നമ്മുടെ റിലാപ്സുകൾ നടക്കുന്നതാണ്. സത്യസന്ധത ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ നമ്മുടെ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങള്, സ്വഭാവ ദൂഷ്യങ്ങൾ ഒക്കെ നമുക്കറിയാലോ. ഇതൊക്കെ പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് ചർച്ചയ്ക്ക് എടുക്കാതെ, എന്നാൽ പോലും ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കണം ഈ സത്യസന്ധതയുടെ ഇമ്പോർട്ടൻസ്. ഈ സത്യസന്ധതയിൽ നമ്മള് മായം ചേർക്കരുത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചു പോകും. അപ്പോഴും സത്യസന്ധമായിട്ട് അതിനെ അംഗീകരിച്ചാൽ മതി, പശ്ചാത്തപിച്ചാൽ മതി. ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്നുള്ള തീരുമാനം എടുത്താൽ മതി, നമ്മളോട് ക്ഷമിക്കും. കാരണം ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷനിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്നലത്തെ ഡെയിലി റിഫ്ലക്ഷൻ നല്ല ഒരു ഡെയിലി റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒത്തിരി ശ്രദ്ധയോടുകൂടി ഒന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ സത്യസന്ധത എന്നുള്ള ഇത് നമ്മൾ ഇപ്പോഴേ മുതൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിലൊക്കെ ഈ ഒന്നാമത്തെ പടിയെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കുഴിച്ചടിക്കാനുള്ള ഒരുപാട് ആകർഷിക്കുന്ന രീതിയിൽ പ്രലോഭനങ്ങള് പല ഇതും വരും. വ്യക്തിയിലും നമ്മൾ പഴയ ആള് തന്നെയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പഴയ ആളാണ്. ഞാനല്ലേ എന്റെ ഉള്ളിൽ മാറി എന്നുള്ളത് ഞാൻ അറിയണം. എന്റെ ഉള്ളിൽ പഴയ സ്വഭാവ രീതികളില്ല, ഞാനെന്നൊരു സത്യസന്ധയിൽ ജീവിക്കുന്ന ആളാണെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വഴിതെറ്റിപ്പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെയല്ലേ. കാരണം പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ പലപ്പോഴും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ് എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള രീതിയിൽ ഇത്തിരി പൈസ കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്, ചിലപ്പോൾ അതിനകത്ത് ചാടി വീഴും. പക്ഷെ സത്യസന്ധനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഭഗവാനോട് പറയും, ദൈവത്തോട് പറയും, ദൈവം എനിക്കിത് വേണ്ട, ഇത് ഞാൻ ഉപേക്ഷിച്ച വഴിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസത്തില്ലാത്ത നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അടുത്ത നിമിഷം എവിടെന്നെങ്കിലും വരും. വാസ്തവമാണ്. ഞാൻ എന്റെ ജീവിതത്തിലൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യം നിങ്ങളോട് പറയുന്നത്, ഇന്നും അനുഭവിച്ചിട്ടുള്ള കാര്യം പറയുന്നത്. ഏത് കാര്യത്തിലായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, മണി, പവർ, സെക്സ്, ഇതൊക്കെയുള്ള സാധാരണ ഒരു മനുഷ്യന്റെ സോഷ്യൽ ലൈഫിലുള്ള, നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് കുടുംബ ജീവിതത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഒരു നിമിഷം കൊണ്ട് നമുക്ക് പൊട്ടിത്തെറി ഉണ്ടാക്കാം, അല്ലേ?
പഴയ സ്വഭാവം അനുസരിച്ച് പെട്ടെന്ന് ഇപ്പൊ മദ്യപാനം കൂടെ ഇല്ലാതെ ഇപ്പൊ നമുക്ക് പലപ്പോഴും പല നമ്മളുടെ ഇത് നമ്മുടെ പ്രശ്നം ഡോക്ടറുടെ അഭിപ്രായത്തിൽ തോന്നുന്നില്ല, റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്, RID ഫാക്ടറിന് എപ്പോഴും അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഞാൻ റെസ്റ്റ്ലെസ് ആവും, അസ്വസ്ഥനാവും, ഇറിറ്റബിൾ ആവും, എനിക്ക് മുൻശുണ്ടിയുണ്ട്, ഞാൻ ഡിസ്കണ്ടന്റ് ആവും, എല്ലാത്തിലും ഞാൻ തൃപ്തിയില്ലാത്ത, അസംതൃപ്തനായിട്ട് മറ്റുള്ളവരെ കുറ്റം കാണുന്ന ഒരു സ്വഭാവം എന്നിലുണ്ട്. ഈ 3 കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ആ ഓർത്തിരിക്കുന്ന ഒരു സത്യസന്ധതയിൽ കൂടി നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നമുക്ക് പലതിനെയും നമുക്ക് ഓക്കെ ഇപ്പൊ തൽക്കാലം മിണ്ടെന്നുള്ള ചിലപ്പോൾ നമ്മളെ വായിലേക്ക് കുത്തി കുത്തി ചിലപ്പോൾ ചിലർ നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വരും. അല്ലെങ്കിൽ ഭർത്താവിന് ചില ഭാര്യമാര് പണിയും പറയും, നിങ്ങളും നിങ്ങളും ഇതുണ്ടാക്കാൻ, എന്നോട് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടൊക്കെ വരും. ഒഴിവായി മാറിയേക്കാൻ പറ്റണം. അതാണ് നമ്മളുടെ രീതി. നമ്മളിപ്പോ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് എന്താ പറയണത്, നമ്മളും ജീവിക്കാൻ, മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുക. അതുപോലെ തന്നെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് ദൈവം തന്നെ അതിന് വിധിക്കട്ടെ എന്ന വിധികർത്താവായിക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. പക്ഷെ അതിനെ ഫോളോ ചെയ്ത് അനുഭവിച്ചറിയണം. നമ്മളെ ആ ഒരു ക്ഷമ അല്ലെങ്കിൽ സഹിഷ്ണുത കാണിക്കുക എന്നുള്ളത് ഈ പടി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ഈ ഭാഷ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ഭാഷ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും മനസ്സിലാവില്ല. നമുക്കിത് വലിയൊരു അനുഗ്രഹമാണ് ഈ ഭാഷ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മദ്യപിക്കാതിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും, ഈ സത്യസന്ധമായ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം. അപ്പൊ ഈ രീതിയിൽ മദ്യപാനത്തിൽ കൂടി ഉള്ള അനുഭവം, ഇതിനുള്ള പരിഹാരം എന്നുള്ളത് മനസ്സിലായില്ല. ചെറുത്ത് നിൽപ്പിനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ പറഞ്ഞൊന്നും കഴിഞ്ഞ പേജ് പറയുന്നത്. ഇവിടെ പറയുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ എന്താണ്, നിങ്ങൾക്കത് സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ, കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതെ ഇരിക്കുമ്പോഴോ നിങ്ങൾ മിക്കവാറും ഒരു അമിത മദ്യപാന രോഗിയാണ്. ഇതാണല്ലോ നമ്മുടെ സിംറ്റംസ്. അതാണ് നമ്മുടെ സിംറ്റം. അഥവാ നമ്മുടെ ഡോക്ടറുടെ അഭിപ്രായം മുതൽ 3 ചാപ്റ്ററിൽ വിശദീകരിച്ചിരിക്കുന്നതിന്റെ ഒരു സമ്മറി ഇതാണ്. മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ, കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതെ ഇരിക്കുമ്പോഴോ നിങ്ങളൊരു അമിത മദ്യപാന രോഗിയാണ്. അത് ഇതിനു വരെയുള്ള ചാപ്റ്ററിന്റെ ഒരു സമ്മറിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ആ സ്ഥിതിയാണെങ്കിൽ, അങ്ങനെയുള്ളൊരു സ്ഥിതിയാണെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സത്യസന്ധമായി അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതാണ് സ്ഥിതിയെങ്കിൽ ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നിങ്ങൾ ക്ലേശിക്കുന്നുണ്ടാവും. ശരി, ഇത് എത്ര വലിയൊരു മെസ്സേജ് ആണെന്നറിയോ? അതാണ് സ്ഥിതിയെങ്കിൽ നിങ്ങളൊരു അമിത മദ്യപാന രോഗിയാണ്, നിങ്ങളുടെ ജീവിതം അനിയന്ത്രിതമാണെന്ന് ഈ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആ സ്ഥിതി നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആധ്യാത്മിക അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നിങ്ങൾ നോട്ടേണ്ട അത് ഒരു ഫൗണ്ടിങ് ഫാദേഴ്സ് നമുക്ക് എഴുതിയാണ്. ഇവിടെ എല്ലാവരും നമ്മൾ വിചാരിക്കണം, ഇത് മനസ്സിലാക്കണം. ഒരു ആധ്യാത്മിക അനുഭവത്തിലൂടെ മാത്രമാണ്, അല്ലാതെ എന്റേതായിട്ടുള്ള തീരുമാനങ്ങളിൽ ഞാൻ നോട്ട് എ ഫൂൾ, എനിക്ക് അത്രയും നിങ്ങൾ ഈ പറയുന്നതിന്റെ ആവശ്യമില്ല, ഐ എം എഡ്യൂക്കേറ്റഡ്, ഞാൻ ഇത്തരം കാലം ജീവിതത്തിൽ ചില ഒരു വേണമെങ്കിൽ പറയാം, എനിക്ക് ഫൈനാൻഷ്യലി ഒരു ക്രൈസിസ് ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച അല്ലേ ഈ ഗ്രൂപ്പിലാണെന്നോ എന്റെ ആരും പറഞ്ഞില്ലേ, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയെ നമ്മൾ കണ്ടില്ലേ, ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല. പലരുടെയും ജീവിതത്തിൽ ഒരു അടിതട്ടിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചില്ല, നിങ്ങളുടെ വൈഫ് സാറ്റിസ്ഫൈഡ് ആണത് ഇങ്ങനെയുള്ള ജീവിതത്തിനെ കുറിച്ച്? അതല്ല, then that's it. എനിക്ക് പലപ്പോഴും എല്ലാം ശരിയാണെന്ന് തോന്നുന്നത് എന്റെ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും എന്റെ ജോലി സ്ഥലത്തുള്ളവർക്കും ആവണമെന്നില്ലല്ലോ. ഐ ആം സാറ്റിസ്ഫൈഡ് ബിക്കോസ് എനിക്ക് ആവശ്യത്തിന് പണം ഉണ്ട്, എന്റെ കയ്യിലുണ്ട്, ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല, വെള്ളം അടിക്കുന്നുള്ളൂ, ഓവറായിട്ട് കുടിക്കാറുമില്ല, ഇത് എവരിത്തിങ് ഈസ് ഫൈൻ. പക്ഷെ നമ്മുടെ എന്റെ കുടുംബത്തിലുള്ള ഒരു സന്തോഷത്തിലാണെന്നുള്ളത് നമ്മൾ അറിയണ്ടേ. അപ്പൊ അത് നമ്മൾ സ്വാർത്ഥതയാണ്, എന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന രീതി, അത് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് സ്വാർത്ഥത വെടിഞ്ഞേ പറ്റൂന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ, ഇപ്പൊ അടുത്ത ചാപ്റ്ററിലായിരിക്കും നിങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടെന്നുള്ള ചാപ്റ്ററിൽ അതൊക്കെ വരും. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം
ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നിങ്ങൾ ക്ലേശിക്കുന്നുണ്ടാവും. ഇംഗ്ലീഷിൽ അത് വായിക്കുന്ന ബിഗ് ബുക്കില് ഇഫ് ദാറ്റ് ബി ദ കേസ് യു മേ ബി സഫറിംഗ് ഫ്രം ആൻ ഇൽനെസ് വിച്ച് only a spiritual experience will conquer. Only a spiritual experience will conquer. കീഴടക്കുക. Only. There is no other way. ഈ രീതിയിൽ നമ്മൾ ഒന്നാമത്തെ പടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയാണ്. അല്ലാതെ ആശുപത്രിയിൽ പോയിട്ടോ ഡോക്ടർ പറയണ കേട്ടിട്ടോ മറ്റു പല കാര്യങ്ങള് പല രീതിയിലുള്ള ഇതില് ചില ആളുകൾക്ക് നമുക്കിപ്പോ അതുകൊണ്ട് നമ്മൾ ബുക്ക് പറയുന്നില്ല. നമ്മൾ ഒരിക്കലും വൈദ്യശാസ്ത്രത്തെ നിഷേധിക്കുന്നില്ല. വൈദ്യശാസ്ത്രത്തെ നമ്മൾ അവരുടെ സഹായം തേടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അതിനെ നമ്മള് അവര് പറയുന്നതിനെ മുഴുവൻ അങ്ങനത്തെ ഇതൊരു എന്താ പറയുന്ന മെഡിസിൻ കൊണ്ട് അല്ലേ, മെഡിസിൻ ഇറ്റ്സ് പറയല്ലോ, there is no chemical solution for a spiritual problem. Doctors പറയുന്നത് chemical solutions ആണ്, medicinal solutions ആണ്. But we alcoholics believe in there is no chemical solution for a spiritual problem. നമ്മളുടെ spiritual problem ആണ്. That can be conquered through a spiritual experience only. അവരെ പറയണം കേൾക്കാം. ഒരു പല കാര്യങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഒത്തിരി ഡോക്ടർമാർ ഇപ്പോഴും നമ്മുടെ മലയാളം പത്രങ്ങൾ ഒക്കെ നോക്കിയാൽ ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡോക്ടർമാരുടെ പരസ്യങ്ങൾ ഇപ്പോഴും കാണുന്നില്ല, മദ്യത്തിന് ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. കുറച്ച് പേര് കുടിയും നിർത്തി നിൽക്കുന്നുണ്ടാവാം. സ്പിരിച്വൽ എക്സ്പീരിയൻസ് അതല്ലാതെ പള്ളികളിലെ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നിർത്തിയിട്ട് ചേർന്നിട്ടൊക്കെ കുടി നിർത്തിയിട്ട് ഉണ്ടാവാം. എത്ര അവരുടെ ലെങ്ത് ഓഫ് സോബറേറ്റി ഒക്കെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി ചിലപ്പോൾ ലോങ് ആയിട്ടുള്ള ഇതുണ്ടാവും. പക്ഷെ എനിക്കിത് അതെല്ലാം സൂട്ട് ചെയ്യുന്നില്ല ആ രീതികളൊന്നും. നമ്മൾ ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയതാ. മന്ത്രവാദവും ചെയ്തു നോക്കി, പള്ളിയിൽ പോയി നോയമ്പെടുത്ത് നോക്കി. നോയമ്പ് അവിടെ എടുക്കുന്ന ഒരു 3 ദിവസത്തിൽ കൂടുതൽ എന്നെ കൊണ്ടും നോയമ്പെടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല അവസാനത്തെ കാലങ്ങളിൽ. നമ്മൾ വെള്ളമടിക്കും. വെള്ളമടിക്കാതിരിക്കാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യാൻ? കാരണം എനിക്ക് പറ്റില്ല. കാരണം മദ്യത്തിന് ഞാൻ അടിമയായി പോയിക്കുന്നു. മദ്യമായിരുന്നു എന്റെ യജമാനൻ. ആൽക്കഹോൾ ബിക്കെയിം മൈ മാസ്റ്റർ. അവിടെ ദൈവം ഉണ്ടായിരുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നു അത് ആ ചിന്തയെ മാറ്റുക. ഫ്രം ഹിയർ ഓൺവേർഡ്സ്, ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹമാണ് അഥവാ ദൈവമാണ് എന്റെ പ്രിൻസിപ്പൽ, എന്റെ ഡയറക്ടർ, എന്റെ പിതാവ്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ വരും. ഇത് നമ്മൾ ഈ ആധ്യാത്മികമായിട്ടുള്ള അനുഭവത്തിൽ നമ്മൾ അറിയുന്നതിന് ഇത്ര സിമ്പിൾ അല്ലാതെ ഞാൻ ദൈവത്തെ കണ്ടു അല്ലെങ്കിൽ ദൈവത്തിനോട് അവരവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവരുടെ ഭാവനയിലൊക്കെ ഏത് വേണമെങ്കിലും ഏത് വിചാരത്തിലും എടുക്കാം. അതിനകത്തൊന്നും നമ്മൾ ആരും പറയുന്നില്ല, ഒരു ബുക്കിലും ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഏതായാലും ആധ്യാത്മികമായ അനുഭവം, ആ അനുഭവമാണ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പടികൾ കൂടി നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അടുത്ത വാക്കിൽ ഇവിടെ നാസ്തികനോ നിരീശ്വരവാദിയോ തിരക്കുണ്ട്. അജ്ഞാവാദിയോ, നാസ്തികൻ എന്ന് പറഞ്ഞാൽ അജ്ഞാവാദിയോ നിരീശ്വരവാദിയാണെന്ന് സ്വയം കരുതുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള അനുഭവം അസാധ്യമായിട്ടാണ് കാണുന്നത്, അപ്പൊ ഈ കാണപ്പെടാറുള്ളത്. അപ്പൊ അജ്ഞേയവാദിയായിട്ടും നിരീശ്വരവാദിയായിട്ടും നിൽക്കുന്ന ഒരു മദ്യപാനിയാണെങ്കിൽ ഈ ആത്മീയ അനുഭവം സാധ്യമല്ല. ഇത് മനസ്സിലാക്കണം. സോ എനിക്ക് ഐ കെയിം ടു ബിലീവ്, ആ വിശ്വാസം നമ്മളിൽ ഇവിടെ മുതലുണ്ടാവണം. ഈ ഇതൊക്കെ മാറ്റിവെക്കണം. എൻ്റെ അറിവും ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകള്, പല ചർച്ചകള്, വാഗ്വാദങ്ങളൊക്കെ, വാക്ക് തർക്കങ്ങളൊക്കെ, തർക്ക വിഷയം, ചിലർക്ക് തർക്കങ്ങൾ ഒരു രസമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മനസ്സിലായില്ലേ? ഈ തർക്കങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് സിംപ്ലി
അഡ്മിറ്റ്, വിശ്വസിക്കുക. നമ്മൾ ഈ പ്രോഗ്രാമിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ഒരു ദിവസം ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ട് ഇനി പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഇത്രയും നാളൊക്കെ പോയതല്ലേ. അതുകൊണ്ട് ഇനി മദ്യപിക്കുന്നില്ല ഇപ്പോ. 3 മാസമായിട്ട് മദ്യപിച്ചിട്ടില്ല, 6 മാസമായിട്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പള്ളിയും ക്ഷേത്രങ്ങളോ മറ്റു ആചാരങ്ങളോ ഒന്നും എനിക്ക് വിരോധവും ഇല്ല. സോ ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ നോട്ട് വർക്ക്. എന്തിനാ ഈ പ്രോഗ്രാമിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പാതയിലേക്ക് വരും, ആധ്യാത്മികതയിലേക്ക് നമ്മൾ വരും. പിന്നെ എന്തിനാ അത് മടിച്ചു നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഡോണ്ട് വെയിറ്റ്. ജസ്റ്റ് ഫേക്ക് ആയിട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ഫേക്കായിട്ട് പ്രാർത്ഥിക്കുക. ഒരു മനസ്സിൽ യാതൊരു ഭാവമില്ല, ഈശ്വരനെ കുറിച്ചുള്ള ചിന്തയില്ല, പക്ഷെ പ്രാർത്ഥിക്കുകയാണ്, കൈതൊഴുത് നിൽക്കുകയാണ്. 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 10 ദിവസം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് 10 ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ട, ഒരു 3 ദിവസം പ്രാക്ടീസ് ചെയ്താൽ 4ാമത്തെ ദിവസം ഉള്ളിൽ നിന്ന് ഭഗവാനെ, ദൈവമേ, പടച്ചോനെ എന്നുള്ള ശബ്ദം നമ്മൾ ഉള്ളിൽ നിന്ന് വരും. ആ ഫേക്കിൽ നമ്മൾ സത്യസന്ധതയുണ്ട്. കാരണം എനിക്ക് ഐ കെയിം ടു ബിലീവ്. നമ്മൾ പ്രോഗ്രാമിൽ സാധാരണ പറയാം കെയിം ടു ബിലീവ്. ആ ഇത് അനുഭവത്തിൽ വരും. സോ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലോ ഒക്കെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാത്തവര്, പ്രയർ ചെയ്യാത്തവര്, പ്രാർത്ഥിക്കാത്തവര്, പ്ലീസ് ഡു ഇറ്റ്. പ്ലീസ്. സറണ്ടറിൽ കൂടി അല്ലാതെ ആധ്യാത്മികത ആരും എക്സ്പെക്ട് ചെയ്യണ്ട. ഞാൻ പടികളൊക്കെ വായിച്ചു പോവാം ഇങ്ങനെ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, there is a power. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ദൈവത്തിലേക്ക് എന്റെ ജീവിതത്തെ തിരിച്ചു വിട്ടുന്നു. ഓക്കെ, ദാറ്റ്സ് ഓക്കെ, തിരിച്ചു വിട്ടു. പിന്നെ മുമ്പോട്ട് പോവില്ല. അവിടെ നിൽക്കും. ആ സ്റ്റേജാണ് ഈ അൺക്യൂർഡ് ആൽക്കഹോളിസം, അതായത് ഡ്രൈ ഡ്രങ്ക് സ്റ്റേറ്റിൽ ജീവിക്കും. അടുത്ത 4th സ്റ്റെപ്പിലേക്ക് പോവില്ല. ഞാൻ എഴുതി പറയാം. കുറച്ച് വർഷത്തെ എന്റെ അനുഭവത്തിൽ പല മെമ്പേഴ്സിനോടും കുറേയേറെ വ്യക്തികളുടെ കൂട്ടത്തില് ഈ പ്രോഗ്രാമിനെ അവരെ സഹായിക്കത്തുണ്ട്. പക്ഷെ ആ സത്യസന്ധതയുടെ ഒറ്റ കാരണം കൊണ്ട് മാത്രം പിന്നീട് ഈ 4th സ്റ്റെപ്പിലേക്ക് ഒന്നും പോകാതെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രോഗ്രാമിൽ നിന്നും പോകും. ചിലപ്പോൾ വെള്ളം അടിച്ചെന്ന് വരും. പിന്നെ ഒരറിവും ഉണ്ടാവില്ല അവരെ കുറിച്ചൊന്നും. സോ അത് സംഭവിക്കരുത്. ഉറപ്പായിട്ട് സംഭവിക്കും. അതല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മളിതിന് ഈ പല നിഷ്ഠകള് അല്ലെ, അനുഷ്ഠാനങ്ങള്, ഇതാണല്ലോ എല്ലാത്തിലും പറയുന്നത്. ഏത് മതത്തിലാണെങ്കിലും പറയും അല്ലെ, അനുഷ്ഠാനങ്ങള്, അതിനെ പ്രാക്ടീസ് ചെയ്യണം. അത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഭാഷയാണ് അല്ലെ. അനുഷ്ഠാനങ്ങൾ, ഉപാസന, ഇതൊക്കെ ഭാഷയാണ്. നമ്മുടെ ഭാരതത്തിന് അവകാശപ്പെട്ട ഭാഷകളാണ്. അത് തന്നെയാണ് ഈ കമ്മിറ്റ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. കുറച്ചൊരു തീരുമാനം ഉണ്ടായിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയില്ല. ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം പ്രാർത്ഥിക്കും. കൂടുതൽ ഒരു പ്രശ്നമില്ല പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഒരു സ്ഥലത്ത് നമ്മളോട് പറയുന്നില്ല അവര്. ഇന്ന രീതിയിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കണോ, കൈ തൊഴുതൊന്ന് പ്രാർത്ഥിക്കണോ എന്നും പറയുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്, അത് പ്രാർത്ഥിച്ചു വരുമ്പോൾ നമ്മളുടെ മുമ്പിൽ തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ യോജിച്ച രീതിയിൽ ഒരു ഇത് വരും. ആഗ്രഹം നമ്മളുണ്ടായി മനസ്സിൽ കരുതിയാൽ മതി. സോ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല. അത് സംഭവിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതിനനുസരിച്ച് നമ്മളെ വഴി കാണിച്ചു തരാനായിട്ടുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. അത് നിന്നായിരിക്കും, സ്പോൺസറുടെ രൂപത്തിലായിരിക്കും, അതല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലൈഫിലാണെങ്കിൽ അങ്ങനെയുള്ള ആധ്യാത്മികതയെ കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് ഒട്ടും വെയിറ്റ് ചെയ്യരുത്. ഈ പടികളിലേക്ക് എത്തുന്ന, ഈ 2ാമത്തെ പടിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്നുള്ളൊരു ഒട്ടും മാറ്റിവെക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആരംഭിക്കണം. എന്നും വൈകിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ്
ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് നന്ദി പറഞ്ഞിട്ട് കിടന്നു. ദൈവമേ ഇന്നത്തെ ദിവസം മദ്യപിച്ചില്ല, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെയൊക്കെ കിടന്നുപോയി അല്ലെ. പല ഓരോരുത്തരും അതുകൊണ്ട് ഈ ഡെയിലി നമ്മൾ കണക്കെടുപ്പ് നടത്തണം. ഇപ്പോൾ 10ാം പടിയിൽ പറയും കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് 10ാമത്തെ പടി വായിച്ചു പോകുമ്പോൾ പറയും പേഴ്സണൽ ഇൻവെന്ററി അത് ഡിഫറെന്റ് ആണ് അല്ലെ. 10ാമത്തെ പടി സ്വന്തമായ വിലയിരുത്തൽ, സ്വന്തമായിട്ടുള്ള വിലയിരുത്തൽ 10ാമത്തെ പടിയിൽ മാഷന്മാരെ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇന്നത്തെ ദിവസം എന്റെ ജീവിതം കണക്കെടുപ്പ് നടത്തുന്നതിന് കുഴപ്പമില്ല. ആ 10ാമത്തെ പടിയിൽ എത്തുമ്പോഴത്തേക്കൊരു ഐ ആം എ ഡിഫറെന്റ് പേഴ്സൺ. ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, ഡെയിലി നിങ്ങൾ അന്നത്തെ കണക്കെടുപ്പ് എടുത്തതിന് ശേഷം മാത്രമേ ഉറങ്ങുള്ളൂ. ഒരു മാക്സിമം 2 മിനിറ്റ് മതി. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് എവിടെയും തെറ്റ് പറ്റിയോ, ഞാൻ രാവിലെ പ്രാർത്ഥിച്ചോ, ചിലപ്പോൾ മറന്നുപോയി, ചിലപ്പോൾ ഇറ്റ്സ് ഓക്കെ മറന്നുപോയി. പക്ഷെ വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കാണ്, ദൈവം ഇന്ന് രാവിലെ മറന്നുപോയി, ഭഗവാനെ പുറത്തേക്കണേ അല്ലേ. ഒരു പണിഷ്മെന്റ് ഒന്നും വരാൻ പോണില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഐ ഡിഡ് എ മിസ്റ്റേക്ക് ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ്. സോ ദൈവം എന്നോട് ക്ഷമിക്കണമേ. ഞാൻ രാവിലെ ഒന്ന് വൈഫിനോട് ചീത്ത പറഞ്ഞിട്ടോ പോയ, അല്ലെങ്കിൽ അവൾ പിടിച്ചിട്ട് 2 അടി കൊടുത്തിട്ടോ പോയെ. ചിലർ ഭാര്യയൊക്കെ ഉപദ്രവിക്കുന്നവരൊക്കെ കാണും റിക്കവറിയിൽ പോലും. സോ ഐ ഹാവ് ടു സേ സോറി. അതിനകത്തൊന്നും അങ്ങനെയുള്ള പ്രവർത്തികൾ ഇതുകൊണ്ട് അല്ലെങ്കിൽ വഴിയിൽ കാണിക്കുന്ന ഒരാളോടാണെങ്കിലും ആവശ്യമില്ലാതെയൊക്കെ നമ്മൾ ചിലപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുകൾ വെച്ചാണ്ട് കൂടെ നമുക്ക് പറയില്ല, ബസ്സിലോ റോഡിൽ യാത്ര ചെയ്യുമ്പോഴോ സ്കൂട്ടറിലോ കാറിലൊക്കെ ആണെങ്കിൽ പോലും ഒരു കടയിൽ കയറി ചെന്നാലും ചിലപ്പോൾ കടയിലും വേണമെങ്കിൽ ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കുണ്ടാവുന്ന വഴക്കോ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ അവര് തെറ്റായിരിക്കാം, പക്ഷെ എനിക്ക് അവരുടെ തെറ്റിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ ആസനയം പറയും എനിക്ക് യാതൊരു അവകാശമില്ല. നീ റിയാക്ട് ചെയ്താൽ പോലും എന്റെ രീതി പഴയ രീതി ആയിരിക്കരുത്. നമുക്കൊരു വേറൊരു വ്യത്യസ്തമായൊരു ഭാഷയുണ്ട്, ആ ഭാഷയെ തന്നെ ജീവിക്കണം. നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള റിയാക്ട് ചെയ്യുന്ന രീതിയുണ്ട്. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ ഈ രീതിയിൽ എന്റെ ദിവസത്തെ ഞാൻ ആരംഭിക്കണം. സ്റ്റാർട്ട് ദ ഡേ വിത്ത് എ പ്രയർ. നിങ്ങളുടെ ഏത് മതത്തിലായിക്കോട്ടെ ആ മതത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോരോ പ്രാർത്ഥനകളിൽ ചെറിയൊരു പ്രയറെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഒറ്റ വാക്കെങ്കിലും ആയിക്കോട്ടെ. രാവിലെ എണീക്കുമ്പോൾ എന്താ നമ്മുടെ ഡെയിലി റിഫ്ലക്ഷനിൽ ഒരു ദിവസം പറയുന്നില്ല, സിംപ്ലസ്റ്റ് പ്രയർ, താങ്ക് ഗോഡ് ഐ എം അലൈവ്. ഒരു ദിവസത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഉണ്ടായത് ദിവസം എനിക്കറിയത്തില്ല. ദ ബെസ്റ്റ് പ്രയർ, ഈസി പ്രയർ. എഴുന്നേറ്റിരുന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഇത് കൈ തൂപ്പിയിട്ടൊന്ന് പറയാമോ, താങ്ക് ഗോഡ് ഐ ആം അലൈവ്. ദൈവം നന്ദി, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രയർ കുറച്ച് കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്ത് വരും. എൻഡ് ഓഫ് ദ ഡേ രാത്രിയിൽ താങ്ക് ഗോഡ്, ഇന്നത്തെ ദിവസം വലിയ പ്രശ്നമില്ലാതെയൊക്കെ കഴിച്ചു കൂട്ടുന്നു, എന്നെ കാത്തു സൂക്ഷിച്ചതിന്, എന്നെ കാത്തതിന്, എന്റെ കുടുംബത്തെ കാത്തതിന് ദൈവത്തിന് നന്ദി. താങ്ക് ഗോഡ് അഗൈൻ. 2 പ്രയർ, താങ്ക് ഗോഡ്. രാവിലത്തെ ഫോർ എ ന്യൂ ബിഗിനിങ്, രാത്രിയില് എൻഡ് ഓഫ് ദ ഡേ താങ്ക് ഗോഡ്, നോ ഐ എം ഗോയിങ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങാൻ പോകുന്നു. ഭാര്യയായിട്ട് സന്തോഷകരമായിട്ടുള്ള 2 വർത്തമാനമൊക്കെ പറഞ്ഞ് ഓരോരോ രീതിയിൽ ജീവിച്ചിട്ട് ഉറങ്ങാൻ പോകാൻ പറ്റും അല്ലേ. കിടക്കുന്നതിന് മക്കളുള്ളവരാണെങ്കിൽ അവരുടെ റൂമിൽ പോയിട്ട് പിള്ളേരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വന്ന് നമ്മുടെ റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ സാധിക്കണം. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ രീതിയിലുള്ള പ്രവർത്തനത്തിലുള്ള മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരിലും അതിന്റെ പ്രസരിപ്പ് ഉണ്ടായി വരും സ്ലോലി. ചിലപ്പോ പലപ്പോഴും നമ്മൾ പറയില്ല പിള്ളേരോട് പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഒച്ചെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അവരുന്നുണ്ട് അവരുടേതായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. നോ, ഇത്ര നാള് ഞാൻ മക്കളുടെ കൂട്ടത്തിലും ഭാര്യയുടെ കൂട്ടത്തിലും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, അതുകൊണ്ട് മടിയാന്ന്. നോ, ബി വിത്ത് ദം. അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. കുറച്ചു നേരമെങ്കിലും പോയിരുന്നിട്ട് അവരോട് ഇരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുഴുവനായിട്ടും പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പൊ ഞങ്ങളെ സുബോധവാന്മാരൊക്കെ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രം വിശ്വസിക്കുന്ന ആ ശക്തിയിലേക്ക് നമ്മൾ വരണ്ടേ പോയി. ഒരു റിലേഷൻഷിപ്പ് കൂടെ ഉണ്ടാവണ്ടേ. ദ ബെസ്റ്റ് ആൻഡ് ദ ഓൺലി വേ ടു ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ഈസ് പ്രയർ. അതിനകത്ത് ഒരു പിശുക്കും കാണിച്ചിട്ടൊന്നും കാര്യമില്ല.
ഈ എന്തിനാ ഓട്ടം ഓടുന്നത്? ഓടിട്ട് ഉറങ്ങാനായിട്ടും രാവിലെ ഇറങ്ങിയിട്ട് ഓടുന്നതിനോ എന്തിനാ ഒരു പല പല പുതിയതായിട്ടൊക്കെ വരുന്നവരോടൊക്കെ എല്ലാവരോടും ഞാൻ പറയാന്നുള്ളത് എന്നോടും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും പ്രാർത്ഥിക്കൊന്നുമില്ല തിന്നാളോ, എന്ത് പ്രാർത്ഥിക്കുന്നു? ഒന്നാമത് വെള്ളമടിച്ചിരുന്ന ആൾക്ക് രാവിലെ കൈയും കാലും നിറച്ചിട്ടാണ് എണീക്കുന്നത്. വീണ്ടും അതാരെ രാവിലെ ദൈവം എവിടുത്തെ അടിക്കുക എന്നുള്ള രീതിയിലായിട്ട് ആ മനസ്സിലേക്ക് വല്ലതും വരുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് സത്യസന്ധമായിട്ട് ആഗ്രഹിച്ചു. ആ ക്രേവിങ്ങും ഒബ്സഷനും ഒക്കെ അങ്ങ് എടുക്കപ്പെട്ടു. അതിനുശേഷം പുതിയ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് സ്പോൺസറൊക്കെ എടുത്ത് അല്ലെങ്കിൽ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ ഇതുപോലെ പറയുമ്പോഴേ എവിടുന്ന് പ്രയർ. പക്ഷെ എന്നെ ഒരു സ്പോൺസർ എടുത്തതിന് ശേഷം പുള്ളി ഇതിനെ കുറിച്ച് പറഞ്ഞു. അല്ലാതെ എന്തിനെ ഓടിയിട്ടെന്താ കാര്യമുള്ളേ? അതിന്റെ ഇത്ര സമയം വേണ്ടേ? ഇറ്റ് ടുക്ക് ഓൺലി 2 minutes 3 minutes. അത് സ്ലോലി 2 5 10 മിനിറ്റ് അത് എത്ര ഇതിനൊന്നും ഉണ്ടല്ലോ. 1 minute പോലും വേണ്ട അല്ലേ? താങ്ക് ഗോഡ് ഐ എം അലൈവ്. രാവിലെ എണീറ്റ് അത്രയും പറഞ്ഞ് തുടങ്ങിയാൽ മതി. പ്ലീസ് പ്ലീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചെയ്യാത്തവർ അതിനകത്ത് മടി കാണിക്കേണ്ട. ഞാൻ എത്ര നാളും പ്രാർത്ഥിച്ചില്ല. ഞാൻ എന്റെ മനസ്സിൽ വന്നിട്ട് എന്തിനെ എങ്ങനെ പ്രാർത്ഥിക്കണം? എന്താന്ന് എന്റെ കുഞ്ഞുങ്ങള് 7 വയസ്സും 3.5 വയസ്സുള്ളൂ. മോൾക്ക് 3.5 വയസ്സ്, മോന് 7 വയസ്സുമായി. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നമ്മുടെ മുറിയിൽ നിന്ന് തീർട്ടുമലിച്ച് അന്ന് തീർട്ടുമലിയിരുന്നു പോച്ചുകൊണ്ടിരിക്കുകയാണ്. റൂമിൽ വെച്ച് പോകാം. അപ്പുറത്തിരുന്നവരിന്ന് പ്രാർത്ഥിക്കും. ആ വ്യക്തി കുറച്ച് ഒരു പ്രാർത്ഥിക്കാതിരുന്ന ഒരു വ്യക്തി റിക്കവറിയിൽ വന്നതിന് ശേഷം പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ എന്തോ ഒരു മടി പോലെയാ, പ്രാർത്ഥിക്കാൻ മടിയാ. എന്നിട്ട് ഞാൻ 2ാം പടി പ്രാക്ടീസ് ചെയ്യുക. 1ാമത്തെ പടിയിൽ ഞാൻ അഡ്മിറ്റും ചെയ്തു. തന്നെ 2ാമത്തെ പടിയിലേക്കും വന്നിരിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കാൻ ഇത്ര നാളും എങ്ങനെ പ്രാർത്ഥിക്കണേ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? കുടുംബത്തിലുള്ളവർ എന്ത് വിചാരിക്കാനാ? അവരിൽ എന്ത് മാറ്റം ഉണ്ടാവുന്ന? ഞാൻ അവരുടെ കൂട്ടത്തിലായി പോയിരുന്നിട്ട് അവരുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സോ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഈ സമയത്ത് എന്റെ വീട്ടില് പ്രാർത്ഥിച്ച് ഒരു റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് വേറെ മീറ്റിംഗ് ഇല്ലാത്ത സമയമല്ലേ, ജ്വാലയിലുള്ള സമയത്ത് എന്റെ പ്രയറിന്റെ ടൈം മിസ് ആവത്തുള്ളൂ. എന്നാലും ഞാൻ രാത്രി പ്രാർത്ഥിക്കും. സോ പ്ലീസ് ഡു ഇറ്റ്. ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ. അല്ലാതെ 2ാമത്തെ പടിയെ നമ്മൾ ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം എടുക്കാട്ടോ. ഞാൻ ഇത്തിരി ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തെറ്റായിട്ട് കാണരുത്. എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഇതില്ലാതെ ഞാൻ നോക്കി ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തിനാ പ്രാർത്ഥന? ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഈ അടുത്ത പടിയിൽ വരുമ്പോ അവര് നമ്മളോട് പറയുന്നത് 3ാമത്തെ പടിയുടെ പ്രാർത്ഥനയൊക്കെ പറയുമ്പോ അന്നേരം വിളിക്കേണ്ടത് നമുക്ക്. അന്നേരം വിളിക്കണമെങ്കിൽ പിന്നെ ഇപ്പോഴെ വിളിച്ചുകൂടെ? എന്തിനാ നാളത്തേക്ക് ഒന്ന് 3ാമത്തെ പടിയിൽ വരുമ്പോ 3ാമത്തെ പടി ചുമ്മാ മനസ്സിലിങ്ങനെ ബുക്കിൽ വായിച്ചു പോയാൽ പോരാ. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ എന്ന് 3ാമത്തെ പടിയിൽ വിളിക്കുന്നു. പിന്നെ ഇപ്പോഴേ അങ്ങ് വിളിച്ചാൽ എന്താ കുഴപ്പം പോയി? ഇത് കടലാസിൽ ബുക്കിൽ നോക്കി വായിക്കുന്നതല്ലല്ലോ 3ാമത്തെ പടിയുടെ പ്രാർത്ഥന. എന്തിനാ മൗനമായിട്ടിരുന്ന് വായിക്കുന്നത്? ഈ ഒരു പ്രയർ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് രാവിലെ എണീക്കുമ്പോ ഈ 3ാമത്തെ പടിയുടെ പ്രാർത്ഥന മനസ്സിൽ നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞു പ്രാർത്ഥിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയായിട്ട് വായിക്കും. അല്ലാതെ കുറച്ച് വാക്കുകൾ വായിക്കുന്ന രീതിയിൽ വായിച്ചിട്ട് കാര്യമില്ല. അവിടെ ദൈവമെന്ന് പറഞ്ഞിട്ടാ തുടങ്ങണേ ആ പ്രാർത്ഥന തുടങ്ങുന്നത്. എല്ലാ പടികളിലും 4ാമത്തെ പടിയിലും ഒക്കെ പ്രയർ ഉണ്ട്. അതായത് 3ാമത്തെ പടിയിൽ മാത്രമൊന്നല്ല പ്രയർ ഉള്ളത്. 4ാമത്തെ പടിയിൽ പ്രയർ ഉണ്ട്, 5ാമത്തെ പടിയിൽ പ്രയർ ഉണ്ട്, 7ാമത്തെ പടിയിൽ പ്രയർ ഉണ്ട്. 7ാമത്തെ പടിയിൽ വരുമ്പോഴും എന്റെ ദൈവമേ, അല്ലേ, എന്റെ ദൈവമേ. അപ്പൊ പിന്നെ ഇത് 7ാമത്തെ പടിയിൽ വരുമ്പോഴത്തേക്കും അടുത്ത ചാപ്റ്ററിലാണല്ലേ ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന കഴിഞ്ഞിട്ട് എന്താണ് പ്രവൃത്തി പദം ഇൻടു ആക്ഷനിൽ വരുമ്പോഴും ദൈവമേ വിളിക്കണമെങ്കിൽ എന്റെ ചങ്ങാതിമാരെ ഇപ്പോഴേയും വിളിച്ചുകൂടെ? ഒരു കൊച്ചു കുട്ടിയാണ് നമ്മളെല്ലാവരും, കൊച്ചു മക്കളാണ് ദൈവത്തിന്റെ. അല്ലാതെ എന്റെ 30 വയസ്സായി 38 വയസ്സായി 56 വയസ്സായതുകൊണ്ട് ഇനിയിപ്പോ നോ, ഇറ്റ് വിൽ നോട്ട് വർക്ക്. ഈ ജീവിതം, ഈ ആധ്യാത്മിക ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കണം. കഴിഞ്ഞ കാലങ്ങളുടെ ഭൂതകാലത്തിലുള്ള അതിനകത്തൊക്കെ വെച്ചുകൊണ്ടൊന്നും ജീവിച്ചിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട്
ഏറ്റവും നമ്മൾ പറയുന്നില്ല ഈസി ഡസ് ഇറ്റ് കീപ് ഇറ്റ് സിമ്പിൾ, ഇതിന്റെയൊക്കെ മെസ്സേജിൽ നിന്നും ഈ ഭാഗത്തൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് സീരിയസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണോ, ഗീത എടുത്ത് വായിക്കണോ, രാമായണം എടുത്ത് വായിക്കണോ, ബൈബിൾ എടുത്തിട്ട് അതിനകത്ത് എടുത്ത് വായിക്കണോ, ഇതൊക്കെ വായിച്ചോളും, സാവകാശം എല്ലാവരും വായിക്കും ഈ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ. കാരണം അത് ഇറ്റ്സ് ബിക്കെയിം ഇൻട്രസ്റ്റിംഗ്, നമ്മുടെ ജീവിതം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറണം. അപ്പൊ ക്രിസ്ത്യാനിയായി ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങും. ഹിന്ദുവാണ് ഈ ഗീത, ഏത് എത്രയോ ബുക്കുകളല്ലേ ഹിന്ദുയിസത്തിലുള്ള അത്തരം ബുക്ക് ഒരു മതത്തിനില്ലല്ലോ. ഇസ്ലാമിലുള്ളവർ ഖുറാൻ എടുത്ത് വായിക്കാൻ തുടങ്ങും. ഇതെല്ലാം വചനങ്ങൾ ഒരേ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തില് ജനിച്ച അവതാരമല്ലേ നാരായണ ഗുരുവിന്റെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് വായിച്ച് പഠിച്ചാൽ മതി, ജീവിതം സഫലമാവും. ശങ്കരാചാര്യർ നമ്മുടെ നാട്ടിൽ ജനിച്ചു ആണല്ലോ, വിശ്വാസം അല്ലാതെ ആണല്ലോ. ഒരു കൃതി വായിച്ചാൽ മതി. ഇത്രയും സമ്പന്നമായിട്ടുള്ളൊരു ഇതുള്ള വേറെ ഒരു മതത്തിനുമില്ല ഇത്രയില്ല. പക്ഷെ ഇതിനെല്ലാം വായിച്ചു വരുമ്പോൾ നമുക്ക് പറയും ഇതെല്ലാം മറ്റു മതങ്ങളിലുള്ള വിശുദ്ധ ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലുള്ള അർത്ഥങ്ങൾ ഇതെല്ലാം ഒന്ന് തന്നെയല്ല, വേറെ ഒരു ഡിഫറെന്റ് മെസ്സേജസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് നമ്മള് നാളെ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്, ഡു ഇറ്റ് ടുഡേ, ഇന്ന് മുതൽ പ്രാർത്ഥിക്കാം. ഇന്ന് ഇതുവരെ പ്രാർത്ഥിക്കാതിരിക്കട്ടെ, ഇന്ന് ഇതിനകത്തോടെ പ്രാർത്ഥിക്കാത്തവരോട് ഞാൻ അപേക്ഷിച്ചു പറയാം, ഇന്ന് രാത്രി കിടക്കുന്ന മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നേ, നാളെ രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ള ഒരു തീരുമാനത്തോട് കിടന്നേ. ഇതൊരു നല്ലൊരു തുടക്കമായിരിക്കും. ഒരു ദിവസം പോലും മുടങ്ങാതെ പിന്നീട് തനിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇനി മറന്നുപോയിട്ട് ചിലപ്പോൾ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റിരുന്നിട്ട് പ്രാർത്ഥിക്കും. ദീർഘമായിട്ടുള്ള പ്രാർത്ഥന ഇല്ലാത്ത ഒരാളാണെങ്കിൽ കടന്നുപോയിട്ട് ഇനി താമസിച്ചു വന്നിട്ടാൽ പോലും താമസിച്ചാണ് വരുന്നത്. 11 മണിയായി, ചപ്പാടൊക്കെ വെച്ചിട്ട് വേഗം കയറി കിടക്കാൻ നോക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു നോക്കി. ചെറിയൊരു വാക്കുകൾ മതി, ചെറിയ ഏതാനും വാക്കുകൾ മതി, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വാക്കുകൾ മതി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവിതമായിട്ട് മാറും. ഇൻട്രസ്റ്റിംഗ് എന്നുള്ള വാക്കൊന്നും അല്ല അതിന് പറയുന്നത്, അതൊരു അനുഭവിച്ചറിയേണ്ട ഒരു ഇതാണ്. ചില അനുഭവങ്ങൾക്ക് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. സോ ഈ അനുഭവം അസാധ്യമായിട്ട് നമുക്ക് ഈ വിശ്വാസം, നമ്മൾ ഉറച്ച വിശ്വാസത്തിൽ വന്നില്ലെങ്കിൽ ഈ അജ്ഞേയവാദിയായിട്ട് നിരീശ്വരവാദിയായിട്ട് ജീവിച്ചാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ വിജയിക്കാൻ സാധ്യതയില്ല. ഒരു തുടക്കത്തിൽ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അനുഭവം അസാധ്യമാണ്, ആധ്യാത്മിക അനുഭവം അസാധ്യമാണ്. അജ്ഞേയവാദി ആയിക്കോട്ടെ, നിരീശ്വരവാദി ആയിക്കോട്ടെ. അങ്ങനെയുള്ളവരാണെങ്കിൽ, അങ്ങനെയുള്ളൊരു കുടിയനാണെങ്കിൽ ഒന്നുകിൽ അമിത മദ്യപാൻ രോഗി മരിക്കാൻ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കാം. നമ്മുടെ മുമ്പിൽ 2 വഴികളുള്ളൂ. ഒന്നല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ജീവിച്ചിട്ട് അമിത മദ്യപാനിയായിട്ട് പിന്നെ വെള്ളം അടിക്കാതെ ആയാലും നരക ജീവിതം അനുഭവിച്ച് മരിക്കുക, അല്ലെങ്കിൽ ആധ്യാത്മികമായ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഇവയിൽ ഒന്ന് മാത്രം മുമ്പിൽ ഉണ്ടായിരുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എപ്പോഴും എളുപ്പമായില്ല. ഇവയിൽ ഒന്ന് മാത്രം നമ്മളുടെ മുമ്പിൽ ഒരു കാലത്ത് ഒരേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ, വെള്ളമടിച്ച് ജീവിക്കുകയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മളുടെ മുമ്പിൽ ഒരു പുതിയൊരു വഴി തുറന്നു വരികയാണ്, ഒരു ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കുക. സോ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഭാഗ്യവാന്മാരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഈ അടുത്ത വാചകത്തിലും ഈ ആരംഭകാലത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പകുതിയോളം പേർ ശരിക്കും ഈ രീതിയിലുള്ളവരായിരുന്നു പറഞ്ഞാൽ അഗ്നോസ്റ്റിക്കുകളായിരുന്നു. അത് എല്ലായിടത്തും ഒന്ന് മനസ്സിലായില്ലേ? നമുക്ക് ആർക്കെങ്കിലും ഗ്രൂപ്പിലുള്ളവർക്ക് പറയാൻ പറ്റും, ഞാൻ നല്ലൊരു വിശ്വാസത്തിന്റെ പാതയിൽ എന്റെ മതത്തിന് അധിഷ്ഠിതമായിട്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എന്നും ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, എല്ലാ നോയമ്പുകളും എടുക്കുമായിരുന്നു, എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും ഞാൻ പാലിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്നവരാരെങ്കിലും കാണോ? എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും കാണും. സോ അഗ്നോസ്റ്റിക്കുകളാണ് സാധാരണ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പേര് എൻ്റെ അച്ഛൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ക്രിസ്ത്യാനി ആയിരുന്നു, അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയായി. പേര് ക്രിസ്ത്യൻ മതമുള്ള പേരിട്ടു, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റും. പേര് കേൾക്കും പറയാൻ ഹി ഈസ് എ ക്രിസ്ത്യൻ.
നമ്മുടെ ജീവിതത്തിന്റെ രീതി കണ്ടിട്ട് പറയണം ഇയാളൊരു എന്താണ് ആത്മീയതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അതല്ലേ വേണ്ടത്. എനിവേ അതൊക്കെ ഒരു തർക്ക വിഷയത്തിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് അതിപ്പത്തേക്ക് ഏതായാലും നമുക്ക് അവര് പറയുന്നത് ഈ ഇതേ പേജിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം പടുത്തുയർത്തി പറ്റൂ, അല്ലെങ്കിൽ അപകടമാണ് എന്ന വസ്തുത അഭിമുഖീകരിക്കേണ്ടി വന്നു. കാരണം നമ്മുടെ മുമ്പിൽ ഈ പരീക്ഷണങ്ങൾ ഇപ്പൊ ഏൽ വന്നതിന് ശേഷമൊക്കെ നമുക്ക് പലപ്പോഴും അറിയില്ല, ചില ആളുകൾ റിലാപ്സ് ആയിട്ടൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് മരിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ നമുക്ക് ഇത് ആത്മീയമായിട്ടുള്ള രീതിയിലുള്ള അടിസ്ഥാനത്തിലുള്ള ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ. ആ ഹോണസ്റ്റിയിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ആത്മീയതയുടെ ആ ട്രാക്കിലേക്ക് വരും, അല്ലെങ്കിൽ അപകടമാണ് എന്ന വസ്തുത നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. നമ്മുടെ മുമ്പിലും പല എല്ലാം നമുക്ക് ഏതെങ്കിലും ഫിസിക്കൽ ഇപ്പൊ സൂം മീറ്റിംഗ്സ് ഒന്നും ഒരു കൂട്ടായ്മ എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു നമുക്കിപ്പോഴുള്ള ടെക്നോളജിയുടെ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. അതർവൈസ് ഫിസിക്കൽ മീറ്റിങ്ങുകളാണല്ലോ ഗ്രൂപ്പുകളായിട്ട് പറയാൻ പറ്റുള്ളൂ. ആണ്, അത് തന്നെയാണ്. പക്ഷെ ഇതിനകത്തൊരു തർക്കമോ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഏതായാലും ഒരു ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു നമുക്ക് പല ആളുകൾക്ക് ഫിസിക്കൽ മീറ്റിങ്ങുകൾക്ക് പോകാനുള്ള സൗകര്യങ്ങളുള്ളവരുണ്ട്, ചില ആളുകളുടെ കുട്ടി സമാപം അങ്ങനെ വന്നപ്പോ ഈ ടെക്നോളജി വന്നപ്പോൾ നമുക്ക് ഈ സൂം മീറ്റിംഗ്സ് കുറച്ച് ഇതുണ്ട്. പക്ഷെ ഇതിന് നമ്മുടെ GSO ലെവലിലൊന്നും ഇതിനൊരു അംഗീകാരമില്ലാത്തൊരു ഇതാണ്, മനസ്സിലായില്ല. കാരണം നമുക്കിപ്പോ ഇതിനകത്ത് ഇപ്പൊ ജ്വാലയ്ക്ക് ഒരു ഡെലിഗേറ്റ് ഉണ്ടോ GSOയിലേക്ക് പോകാനായിട്ട്? ഇല്ല, ഒരു ഗ്രൂപ്പിനും ഇല്ല. ഞാൻ മുംബൈയിലുള്ള ഗ്രൂപ്പിലാണ്, ഞാൻ എന്റെ ഹോം ഗ്രൂപ്പ് മുംബൈയിൽ നിന്നുള്ള ഓൺലൈൻ ഗ്രൂപ്പ്. ഡൽഹിയിലാണെങ്കിലും മുംബൈയിൽ തുടങ്ങി വെച്ച ഗ്രൂപ്പ് മുംബൈയിൽ നിന്നുള്ള പക്ഷെ കാരണം മുംബൈയിലുള്ള ആളുകളാണ് അത് തുടങ്ങിയത്. അപ്പൊ അതിനകത്താണെങ്കിലും നമുക്ക് അതിന് ഡെലിഗേഷനോ റെപ്രസെന്റേഷനോ ഒന്നുമില്ല. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട്. നമുക്ക് കിറ്റിയിൽ വരുന്ന പൈസയുടെ ഒരു ഭാഗം നമ്മൾ എല്ലാ മാസവും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴെങ്കിലും കഴിഞ്ഞ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നമ്മൾ 30,000 രൂപ ഞങ്ങൾ GSOയ്ക്ക് കൊടുത്തു. കിറ്റിയിൽ 62,000 രൂപ ഉണ്ടായിരുന്നു. 2 വർഷത്തേക്കുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ച് സൂം പുതുക്കാനൊക്കെ ആയിട്ട് അതൊക്കെ ചെയ്യും. GSOയ്ക്ക് പൈസ കൊടുക്കും, GSO വാങ്ങുകയും ചെയ്യും നമ്മുടെ. പക്ഷെ നമുക്ക് യാതൊരു അംഗീകാരമില്ല, GSOയിൽ നമുക്ക് യാതൊരു റെപ്രസെന്റേഷനും ഇല്ല. എനിവേ അത് ഞാനിങ്ങ് സൂചിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഈ ആത്മീയ അടിസ്ഥാനത്തിലുള്ള ജീവിതം പടുത്തുയർത്തിയേ പറ്റും. അപ്പൊ അതിന് നമുക്ക് ഇതിന് അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടമാണെന്നുള്ള വസ്തുത അംഗീകരിക്കേണ്ടി വന്നു. അത് നമ്മൾ കേൾക്കുന്നതാണ് ഗ്രൂപ്പുകളിൽ മീറ്റിങ്ങുകളിൽ പോകുമ്പോഴാണ്. അല്ലെ ഓരോരുത്തരുടെ അപകടകരമായ രീതിയിൽ പലർക്കും റിക്കവറിയിൽ പല സംഭവങ്ങളും പോയിട്ടുണ്ട്. സോ അപ്പൊ ആത്മീയതയിൽ ജീവിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിനുശേഷം വീണ്ടും ഈ നാസ്തികരോ നിരാശികളും സ്വയം കരുതി വരുന്നതാണ്. നിങ്ങൾ മനസ്സമാനം നഷ്ടപ്പെടേണ്ടവരാണെന്ന് ആണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അഭിമുഖീകരിക്കേണ്ട പ്രശ്നം വന്നതിന് ശേഷം അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് വായിച്ചു അപ്പൊ നല്ലൊരു വാക്കുകളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വഴി മാത്രമായിരിക്കുള്ളത്, എന്നാൽ ഉന്മേഷവാന്മാരായി സമാധാനിക്കൂ. ഞങ്ങൾ പകുതി പേരും നാസ്തികരോ നിരീശ്വരോ ആണെന്ന് സ്വയം കരുതിയിരുന്നതാണ്. നിങ്ങൾ മനസ്സമാനം നഷ്ടപ്പെടേണ്ടവരാണെന്നാണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത്. സോ ഈ രീതിയിൽ ജീവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കൊരു ആത്മീയമായ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഈ നിരീശ്വരവാദവും ആത്മീയവാദവും പേരിനൊക്കെ ഞങ്ങളുടെ ക്രിസ്ത്യാനികളിൽ പറയും നാമധേയ ക്രിസ്ത്യാനി എന്ന് പറയും, മനസ്സിലായില്ലേ? ഒത്തിരി ഞങ്ങളുടെ പള്ളികളുടെ ഇടവകളിലൊക്കെ ഉണ്ട്. അവിടെ ഒരു വർഷത്തിൽ ചിലപ്പോ ഒരു 2-3 പ്രാവശ്യമൊക്കെ പള്ളി പോകത്തുള്ളൂ. ഇതൊക്കെ വെള്ളിയാഴ്ച ഒരു ദിവസം വേണ്ടി പോകും, ക്രിസ്മസിനൊന്ന് പോകും, അല്ലെങ്കിൽ ഈസ്റ്ററിനൊന്ന് പോകും, പിന്നെ ആരുടെയും കല്യാണം വേണ്ടി പോകും. അത്രേ ഉള്ളൂ പള്ളി പോക്ക്. ഭയങ്കര ക്രിസ്ത്യാനിയാ. പള്ളിയിലേക്ക് പൈസ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ പള്ളി പോകില്ല. ഇനി ചില ചങ്ങാതിമാരുണ്ട് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. ഇപ്പോഴും ഞാൻ കാണാറുണ്ട് പള്ളിയിൽ. അവർ പള്ളി പകുതി സമയം പള്ളിയുടെ പുറത്തായിരിക്കും. വലിയ ആശാന്മാരായിട്ട് അവിടെ ചുറ്റിക്കറങ്ങിയാന്ന് പല ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ വാട്ട്സ് ദ യൂസ്? എന്താ അതിന്റെ ആ പോക്കിനൊക്കെ ഉള്ള പ്രയോജനം? അവർ പള്ളിയിലെ വലിയ കമ്മിറ്റികളിലൊക്കെ വലിയ ഇതായിരിക്കും, വലിയ സാർമാരായിരിക്കും. അത് ക്ഷേത്രങ്ങളിലും ഉണ്ടാവും. എനിവേ അങ്ങനെയുള്ളവരെ ദൈവം രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ അടുത്ത സമയം ഉണ്ടോ? അടുത്ത പാരഗ്രാഫ് ഒത്തിരി വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒരു പാരഗ്രാഫാണ്. അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ആഴ്ച എടുക്കാം.
അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് അടുത്ത ആഴ്ചയിൽ വി വിൽ കണ്ടിന്യൂ. അപ്പൊ ഇന്ന് നമ്മൾ ഈ രണ്ടാമത്തെ പടിയുടെ ഈ ഭാഗം നമ്മളിപ്പോ ഇത്രയും കേട്ടില്ല. അപ്പൊ ഈ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ള രണ്ടാമത്തെ പടിയിലേക്കുള്ള കാൽവെപ്പ് അതെങ്ങനെയാണ് നിങ്ങൾ എന്നെ ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റാത്ത, എങ്ങനെയൊക്കെയുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് വിചാരിച്ച് മറ്റുള്ളവർക്ക് അത് വലിയൊരു പ്രയോജനപ്പെടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്കൊരു ചർച്ചയ്ക്ക് എടുക്കാം. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എന്നെ കൊണ്ട് അറിയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇതെല്ലാം ഞാൻ പറയുന്നത് എന്റെ നല്ലതുമില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്പോൺസർമാർ എന്നോട് പറഞ്ഞതാണ്. എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിൽ നിന്ന് വന്നിട്ടുള്ള അഹങ്കാരമാണെന്ന് കുട്ടിയാൽ മതി. അതായത് നിങ്ങൾ ഈ ഗ്രൂപ്പിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ 29 വർഷം മദ്യരഹിതമായിട്ടുള്ള ജീവിതത്തിൽ പൂർത്തിയാക്കി. ഇന്നലെ തന്നെ ഞാൻ ഇവിടെ ഡൽഹിയിലെ കത്തീഡ്രലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ടോക്കൺ മേടിച്ചു. എന്റെ ഒത്തിരിയായ സുഹൃത്തുക്കളുണ്ടായിരുന്നു. 10-70 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാനോട് ഉണ്ട്. അവർ അന്ന് ആ ദിവസം അവരെല്ലാം കൂടി 100 പേരോളം ഒരു മീറ്റിംഗ്. ഒത്തിരി സ്നേഹത്തോടുകൂടി ആൾക്കാർ, ഞാൻ ഒത്തിരി നാൾ കൂടിയിട്ട് ആ ഗ്രൂപ്പിൽ ഫിസിക്കൽ മീറ്റിങ്ങിന് പോയത് തന്നെ. എന്നാലും എന്റെ ബർത്ത്ഡേ ആയിട്ട് ഒത്തിരി സുഹൃത്തുക്കളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു സ്നേഹബന്ധം ഇന്ന് ഏതായാലും നിലനിർത്തി പോകുന്നു. നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഈ ഓൺലൈൻ മീറ്റിങ്ങുകളാണ് എന്നെ ഇന്ന് ഈ ഇതൊക്കെ തയ്ക്കാനായിട്ട് എനിക്ക് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും നിങ്ങളൊക്കെ വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സമയം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാനൊക്കെ എടുക്കാം. താങ്ക് യു ശ്രീനു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു തമ്പി സാറേ.